ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഏരിയാസിലാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ കുറച്ചും കൂടി ഇനിയിപ്പോൾ ആളുകൾ അതിനേക്കാൾ ആളുകൾക്ക് ഉണ്ടാവത് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ Q&As ഇടുമ്പോൾ ഒക്കെ എല്ലാവരുടെയും സംശയം ഇത് പറ്റുമോ ഇത് പറ്റുമോ ഇത് സ്വീകരിക്കുന്നതിൽ പ്രയാസമുണ്ടോ. അപ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ പ്രായത്തിലുള്ള ആളുകളാവട്ടെ എഡ്യൂക്കേഷണൽ പല നിലക്കും ഇൻഷുറൻസാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇസ്ലാമിക് ബേസിസ് എന്താണ്? അത് ഹറാമാണോ ഹലാലാണോ അങ്ങനെ ഒറ്റയടിക്ക് പറയാൻ കഴിയുമോ? ഓക്കെ, ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ശരിക്ക് നമുക്കറിയാം ഒരു റിസ്ക്കുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ തന്നെ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിസ്ക്കുകളെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓക്കെ, നമുക്ക് റിസ്ക് മാനേജ് ചെയ്യുന്നതിൽ കൃത്യമായ പ്ലാൻ ഇല്ല എങ്കിൽ മൊത്തം ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്താ പറയുക കൊളാപ്സ് ആയി പോവും എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളതിനെ എങ്ങനെ ഡീൽ ചെയ്യും, അതാണ് ബേസിക്കലി നമ്മൾ റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറേ മിസ്ഹാപ്പൻസ് ഉണ്ടാവും, സ്വാഭാവികമാണ്. അല്ലാഹു അങ്ങനെ തന്നെ പരീക്ഷണങ്ങൾ ഖുർആൻ തന്നെ പറഞ്ഞു വെച്ച കാര്യമാണ്. എല്ലാവർക്കും അതുണ്ടാവും പല സ്വഭാവത്തിലായിട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുന്ന റിസ്ക്കുകൾ അത് നമുക്ക് പല അപ്രോച്ചുകളാവാം. അതൊക്കെ പടച്ചവൻ്റെ ഭാഗത്തു നിന്നുള്ള ഖദറാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ഇപ്പോൾ ഖുർആനിൻ്റെയും അല്ലെങ്കിൽ ശരീഅത്തിനൊക്കെ മൊത്തത്തിലുള്ള അപ്രോച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അതിനൊക്കെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതിനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന റെമഡീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുന്നത് ശരിക്ക് എന്താ പറയുക ഒരു പ്രശ്നവും നമുക്ക് അക്കീതപരമായിട്ട് തന്നെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കൂടുതലും ഈ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടാണ് ആളുകൾ ഈ സംശയമൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതിൽ ഈ നേരത്തെ പറഞ്ഞ ഈ ഖററാണ് ഇതിൽ മെയിൻ. അതായത് നമുക്കൊരു ഐഡിയ അല്ലല്ലോ, നമ്മളിങ്ങനെ കൊടുക്കുന്നു, ചിലർക്കത് ആവശ്യമില്ലാതെ വരുന്നു. ഇപ്പം നമ്മൾ കൊടുത്തതിനെക്കാട്ടിയും പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്നു. ലക്ഷങ്ങൾ നമ്മൾ ചിലപ്പോൾ ആയിരങ്ങളായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ലക്ഷങ്ങളായിരിക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുക. അപ്പോൾ അതില് ഹറാമ് ഹലാല് ഇതിലൊരു എന്താ പറയുക ഒരു കോൺട്രവേഴ്സറി എന്ന് പറയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേ ആൾക്കാർ തന്നെ ഒരു പക്ഷേ ഒരു സ്ഥലം മാറുമ്പോൾ വലിയ അളവിൽ ഇത്തരം സംവിധാനങ്ങളുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ GCC രാജ്യങ്ങളിലൊക്കെ ജോലി ആവശ്യമായിട്ട് പോകുന്ന ആളുകൾ അവരൊക്കെ ഏതോ സ്വഭാവത്തിൽ എന്താണ് അവരൊക്കെ ഇൻഷുർഡാണ്. ശരിക്ക് കമ്പനികൾ അവർക്ക് ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്നുണ്ട്, അവരത് ഉപയോഗിക്കുന്നുണ്ട്, അതിലാരും നോ പറയാറില്ല. ഇപ്പുറത്ത് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കത്തിന് നമ്മളത് അപ്പുറത്ത് പറയും, നമ്മളപ്പുറത്തിന് അക്കീതയെ പറ്റി സംസാരിക്കും. അപ്പോൾ ശരിക്ക് ഇതിൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് റിസ്ക് ഉണ്ടാകുമ്പോൾ ആ റിസ്ക് നമ്മൾ എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വലിയൊരു എന്താ പറയുക അതോട് കൂടിയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നശിച്ചു പോകുന്നതിനപ്പുറത്ത് നമ്മുടെ അഡ്രസ്സിന് ഇല്ലാണ്ടായി പോകുന്നതിന് അപ്പുറത്ത് നമ്മൾ പലപ്പോഴും ആളുകൾക്കിടയിലേക്ക് പിരിവുമായിട്ട് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു റിസ്ക് മിറ്റിഗേറ്റിംഗ് പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് റസൂലിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു വേറെ സ്വഭാവത്തിൽ ഇൻഷുറൻസ്. ഇതിൻ്റെ വേറെ സ്വഭാവം ഇൻഷുറൻസിൻ്റെ പേരിലല്ല. അപ്പോൾ അവർ അന്ന് കടലിലൊക്കെ സെയിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പല സ്വഭാവത്തിൽ, മത്സ്യബന്ധന ആവശ്യാർത്ഥം ഉൾപ്പെടെ പല സംഗതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വലിയ ബോട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ആ ബോട്ടുകൾ അല്ലെങ്കിൽ ചെറിയ കപ്പലുകളൊക്കെ അന്ന് ഉപയോഗിക്കുന്ന സമയത്ത് പലപ്പോഴും എന്താ പറയുക അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു എഫേർട്ട് വരുന്നുണ്ട്. അത് സാമ്പത്തികമായിട്ടും വരുന്നുണ്ട്, നമ്മുടെ അധ്വാനമായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു കടലിൽ പല നിലക്കും റിസ്ക് കൂടുതലാണ്, അത് കേടുവരാനുള്ള പല സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അന്ന് അവർ ഇതേപോലെ ഒരു പൂൾ ഓഫ് ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ കടലിൽ പോകുന്ന എല്ലാവരും എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അതിൽ ആരുടെയെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ ആരുടെയെങ്കിലും ഈ പറയുന്ന എന്തെങ്കിലും വെസൽസിന് എന്തെങ്കിലും പ്രശ്നം നമ്മൾ എന്ത് ചെയ്യും, അവർ ഈ ഫണ്ടിൽ നിന്ന് എന്ത് ചെയ്യും, അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അപ്പോൾ അത് വളരെ ബ്യൂട്ടിഫുള്ളായ കോൺസെപ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം സംഭവിച്ചതോടുകൂടി എന്ത് ചെയ്യുന്നില്ല, ഒരാളുടെ അന്നം മുടങ്ങുന്നില്ല, ഒരാളുടെ ജീവിതയാത്ര സ്റ്റക്കായി പോകുന്നില്ല, ഒരാൾ ഒരു പിച്ചച്ചട്ടി എടുത്തിട്ട് ആളുകൾക്കിടയിൽ ഇറങ്ങേണ്ടി വരുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടും ഇസ്ലാം പറയുന്ന താവുൻ, പരസ്പരം സഹകരിക്കുക എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റിനോട് എന്തുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ നിലക്ക് ഇൻഷുറൻസ് ആ കോൺസെപ്റ്റിൽ എന്താണ് ഇസ്ലാമിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ്.
പിന്നെ ഇപ്പോൾ നേരെ ചോദിച്ചാൽ ഇത് മറ്റേ കോൺട്രിബ്യൂഷനാണോ എന്നൊക്കെയുള്ള ടെക്നിക്കലായ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഇസ്ലാമിക് ഇൻഷുറൻസ് തെക്കാഫുൽ എന്നാ പറയാം, തെക്കാഫുൽ എന്നാ പറയാം. പലയിടത്തും ഈ തക്കാഫുൽ കോപ്പറേറ്റീവ് ഇൻഷുറൻസ് ശരി, ഒരു കോപ്പറേറ്റീവ് സ്ട്രക്ചറാണ് അതിന് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകൾ ഈ പറയുന്ന ഫണ്ടിൽ എന്ത് ചെയ്യുന്നു, അവർക്കുള്ള പ്രശ്നങ്ങൾക്ക് നേരത്തെ ലിസ്റ്റ് ചെയ്യപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും, ആ പ്രശ്നങ്ങൾക്കാണ് അത് ഉപയോഗിക്കുക, അങ്ങനെ അതിന് ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് ഇൻഷുറൻസിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സ്ട്രക്ചറിൽ, ഈ തക്കാഫുൽ സ്ട്രക്ചറിൽ കോൺട്രിബ്യൂഷനായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫണ്ട് കൊടുക്കുന്നുണ്ടാവുക. പക്ഷെ ഇപ്പുറത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു ഇൻഷുറൻസ് ഫീ പോലെ കൊടുക്കുക. അപ്പോൾ ഇത് ടെക്നിക്കൽ പ്രീമിയമാണ്, രണ്ടും പ്രീമിയമാണ്. നിങ്ങൾ തെക്കാഫിലും കൊടുക്കുന്നത് പ്രീമിയമാണ്, അവിടെയും കൊടുക്കുന്നത് പ്രീമിയം. ഞാൻ പറഞ്ഞത് ടെക്നിക്കൽ സംഗതി മാത്രമാണ്. ഈ ടെക്നിക്കൽ സംഗതിയുടെ പുറത്ത് നമ്മൾ എന്താ പറയുക, അതിൻ്റെ ബേസിൽ നമ്മൾ വലിയ ഒരു നോ ബോർഡുകൾ വെക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ പുറത്തില്ല എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് സ്കീമുകളുടെ ഭാഗമാവണമെങ്കിൽ നിങ്ങൾ പ്രീമിയം കൊടുക്കണം. ആ പ്രീമിയം എമൗണ്ട് അതിൻ്റെ ഓണർഷിപ്പ് ആരാണ്? നമ്മളൊക്കെ ഒരു 100 ആളുണ്ടെങ്കിൽ ആ 100 ആളുകളും പ്രീമിയം കൊടുത്താൽ ആ എമൗണ്ട് എങ്ങോട്ട് പോകും? കമ്പനിയിലേക്ക് പോകും. ആ കമ്പനിയിൽ എത്തിച്ചേരുന്ന ഈ പണത്തിൻ്റെ ഓണർഷിപ്പ് ആരുടേതാണ്? അത് തെക്കാഫുൽ സ്ട്രക്ചറിൽ അത് ഇൻഷുറൻസ് ഹോൾഡേഴ്സിൻ്റെ ആണ്. ഓക്കെ, അത് മറ്റേ കൺവെൻഷൻ ഇൻഷുറൻസിൽ അത് കമ്പനിയുടെ ഓണർഷിപ്പിലേക്കാണ് വരിക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ കമ്പനിയുടെ ഓണർഷിപ്പിലേക്ക് വരും. ഈ പറയപ്പെട്ടതിന് പ്രശ്നങ്ങൾ ഉണ്ടായാൽ കമ്പനി എന്ത് ചെയ്യും? ആ വന്ന ക്യാഷിൽ നിന്ന് കമ്പനി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ബാക്കി എമൗണ്ട് എന്ത് ചെയ്യും? കമ്പനി സ്വന്തം എമൗണ്ടായിട്ട് കൺസിഡർ ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് അത് പലപ്പോഴും ഒരു ഗാംബ്ലിംഗ് പോലെയാണ്. കാരണം കുറച്ച് ആൾക്കാരുടെ പ്രശ്നം പരിഹരിക്കുന്നു, ബാക്കി മൊത്തം എമൗണ്ട് കമ്പനി എടുക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാറുള്ളത്. ഇപ്പുറത്തേക്ക് വന്നാൽ നമ്മൾ തക്കാഫുൽ ഒക്കെ പോലെയുള്ള ഒരു കോപ്പറേറ്റീവ് സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നടക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്ന എമൗണ്ട് കമ്പനിയിലേക്ക് പോകുന്നു, പക്ഷേ ഇൻഷുറൻസ് ഹോൾഡേഴ്സിൻ്റെ എമൗണ്ടാണ്. ബാക്കി എമൗണ്ട് എന്ത് ചെയ്യണം? കമ്പനി അവരുടെ ഫീസോ മറ്റു ഏജൻസിഷിപ്പോ എല്ലാം കഴിഞ്ഞ് ബാക്കി എമൗണ്ട് ഇൻഷുറൻസ് ഹോൾഡേഴ്സിലേക്ക് പോകണം. പക്ഷേ ബേസിക്കലി അത്തരം കാര്യമൊന്നും എന്ത് ചെയ്യുന്നില്ല, ആ നിലക്ക് നടക്കുന്നില്ല. അപ്പോൾ നമുക്കിടയിൽ നമുക്ക് തന്നെ ഉദാഹരണങ്ങൾ അറിയാൻ പറ്റും. നമ്മളൊക്കെ എനിക്ക് എൻ്റെ വെഹിക്കിൾ ഇസ്ലാമിക് ഇൻഷുറൻസിലാണ് ഞാൻ കുറേ കാലം ചെയ്യുന്നത്. പക്ഷേ കമ്പനി നാട്ടിലുണ്ട് ഇല്ല, പുറത്ത് നിൽക്കുമ്പോൾ. പക്ഷെ അവർ അവിടുന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് സർപ്ലസ് ആയി വന്ന എമൗണ്ടാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യാറില്ല, അങ്ങനെ ട്രീറ്റ് ചെയ്യാറ്. അപ്പോൾ അതിന് അവരെന്തുണ്ടാവും? അതിന് ടെക്നിക്കലി പ്രശ്നങ്ങളുണ്ടാവാം, പ്രാക്ടിക്കലി കുറേ എന്താ പറയുക പ്രയാസങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ എക്സ്പെൻസും മറ്റൊക്കെ ഏകദേശം ഒരു പാറായിട്ട് പോകുന്നുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളുണ്ടാവാം. ഞാൻ പറയേണ്ടതെന്ന് വെച്ചാൽ, പക്ഷേ ആ ഒരു ചെറിയ എലമെൻറ്റുകൾ വെച്ചുകൊണ്ട് ഇത് ശരിയല്ല, ഈ സ്ട്രക്ചർ മൊത്തം നോൺ ശരിയ കംപ്ലൈൻ്റ് ആണ് എന്ന് നമ്മൾ പറയേണ്ടതില്ല. അതേസമയം ഇവിടുത്തെ ഇൻഷുറൻസിലൊക്കെ ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ശരിയ കംപ്ലൈൻ്റ് ഇൻഷുറൻസ് സ്കീമുകളില്ല എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് എലമെൻറ്റുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് പ്രീമിയമായി കൊടുക്കുന്ന എമൗണ്ട് ഒരു 1000 രൂപയാണെങ്കിൽ ആ 1000 രൂപയിൽ 900 രൂപയും പോകും എങ്ങോട്ടെന്ന് വെച്ചാൽ ആ എമൗണ്ട് കമ്പനികൾ എന്താ ചെയ്യാം? അത് ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും. അതവിടെ വെക്കൂല, ഇല്ല. ബാക്കി വരുന്ന ചെറിയ എമൗണ്ടൊക്കെ എന്ത് ചെയ്യുള്ളൂ? കമ്പനി ഈ പറയുന്ന മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക. ഈ ആൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ക്ലെയിം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എവിടെയാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ സാധാരണ കമ്പനികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ പറയുന്ന കൺവെൻഷൻ ഇൻഷുറൻസ് കമ്പനികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവർ മിക്കവാറും ഡെറ്റ് സെക്യൂരിറ്റീസിൽ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ എന്ത് ചെയ്യും? അവർ ക്യാഷ് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ അവർക്കെന്ന് വെച്ചാൽ കുറച്ചുകൂടി അഷ്യൂർഡ് ആയിട്ടുള്ള ഇൻകം കിട്ടും. ഓക്കെ, അപ്പോൾ അത് വളരെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെ പൈസയായിരിക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്കത് അതേ സമയങ്ങളിപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ ഞങ്ങളുടെ ഫണ്ട് പ്യുവർ ഫണ്ടാണ് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഇൻഷുറൻസ് കമ്പനി ഇവിടെ SBI ലൈഫ് പറയാറുണ്ട്. അവർ പറയും ഞങ്ങളുടെ ഫണ്ട് പ്യുവർ ഫണ്ടാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ വേറെ ഇൻഡസ്ട്രിയിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. അപ്പം ഞാൻ അവരോട് തന്നെ പറയാറുണ്ട്, ചെയ്യേണ്ടത് അങ്ങനെയല്ല, നിങ്ങളങ്ങനെ പറയല്ല വേണ്ടത്. ഇവിടെ ശരിയായ അഡ്വൈസറി ഫേമുകളുണ്ട്, നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പോർട്ട്ഫോളിയോ ശരിയായ കംപ്ലൈൻ്റ് ആണോ അല്ലേ എന്ന് അവർ സർട്ടിഫൈ ചെയ്യണം.
നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്ക്രീനിങ് ക്രൈറ്റ് ചെയ്യൽ. ഓക്കെ. അല്ലാണ്ട് കുറച്ച് ഇൻഡസ്ട്രീസ് മാറ്റി വെച്ചിട്ട് ഇത് പ്യുവർ ഫണ്ടാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തീരുന്നതല്ല. ഒരു എങ്ങനെ പ്യുവർ ഫണ്ടാന്ന് എങ്ങനെ പറയാ? ഇത് ഈ നേരത്തെ പറഞ്ഞ ഈ ക്വാളിറ്റേറ്റീവ് സാധനം നോക്കി ചെയ്യാം. പക്ഷെ അതേസമയം ഞാൻ പറഞ്ഞത് അവർക്കും സാധ്യത ഉണ്ട്. അവർ കുറച്ച് പൈസ മുടക്കിയിട്ടാണെങ്കിലും അവർ ചെയ്യേണ്ടത് എന്താണ്, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ ഇപ്പം എന്താ വെച്ചാൽ യൂണിറ്റ് ലിങ്ക്ഡ് ഫണ്ടുകളാണ്. നമ്മൾ യൂണിറ്റ് ഫണ്ടുകൾ എന്ന് പറയും. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകളാണ്. അവിടെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് പ്രീമിയമായിട്ട് കൊടുക്കുന്ന എമൗണ്ടിൻ്റെ വലിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകും. കുറച്ച് എമൗണ്ടുകൾ എന്ത് ചെയ്യുള്ളൂ മറ്റേതിന് വേണ്ടി മാറ്റി വെക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീമുകളിൽ നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയാണ് സംഭവിക്കുന്നത്? അത് ശരിയായ കംപ്ലൈൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിൽ തന്നെയാണോ അല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതെല്ലാവർക്കും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ മാക്സ് ലൈഫാണെന്ന് തോന്നുന്നു, അവരിവിടെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായി ഇവർക്ക് ശരിയായ സർട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, ഇത് ശരിയായ കംപ്ലൈൻറ്റ് ഇൻഷുറൻസ് ആണെന്ന് ചോദിക്കുന്നുണ്ടായി. അത് മറ്റേ ലോകത്തിൽ 1-2 അറിയപ്പെടുന്ന മുഫ്തിമാരുടെ ശരിയായ സർട്ടിഫിക്കേഷൻസ് എന്താ പറയുക സൈനൊക്കെ കൊടുത്തിട്ട് അവരോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക്കലി എന്തല്ല, അത് ശരിയായ കംപ്ലൈൻറ്റ് ഇൻഷുറൻസ് അല്ല. അതെന്താണ്, അവർ ആ ഇൻഷുറൻസ് സ്കീമിൻ്റെ കൂടെ കൊടുക്കുന്ന ഈ പോർട്ട്ഫോളിയോ ശരിയായ കംപ്ലൈൻ്റ് ആണ് എന്ന് മാത്രമേ എന്തുള്ളൂ അതിനർത്ഥം. പറഞ്ഞ മനസ്സിലായോ? എനിക്ക് കത്തില്ല. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പോർട്ട്ഫോളിയോ ശരിയാ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനീസ് ശരിയാ കംപ്ലൈൻ്റ് ആണ്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ പോർട്ട്ഫോളിയോ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ആ റേഷ്യോകൾ 1000 കൊടുക്കുന്നതിൽ മറ്റേ 900 ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞു, അതൊരു പെർസെൻറ്റേജ് ആണ്. അത് മാറാം, പല പോളിസി മാറാം. പക്ഷെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ ശരിയാ കംപ്ലൈൻ്റ് ആണോ എന്ന സർട്ടിഫിക്കേഷൻ ആര് കൊടുത്തത്? ഈ പറയുന്ന ഫത്വ ബോർഡ് കൊടുത്തത്. അതെന്തല്ല, ആ ഓൾ സ്ട്രക്ചർ ശരിയാ കംപ്ലൈൻ്റ് ആണെന്ന് അതിനർത്ഥമില്ല. ഓക്കെ. അപ്പോൾ ഇത് അയച്ചെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു, ഇത് ശരിയാ കംപ്ലൈൻ്റ് ആണല്ലോ, ഈ സർട്ടിഫിക്കേഷൻ പറയണ്ടല്ലോ. ബേസിക്കലി ശരിയാ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് ആവണമെങ്കിൽ എന്താവണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കൊടുക്കുന്ന പ്രീമിയം തന്നെയും എന്താവണം, തക്കാഫുൽ ബേസിലാവണം, കോൺട്രിബ്യൂഷൻ ആവണം, അങ്ങനെ കുറേ എലമെൻറ്റുകളുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു കംപ്ലീറ്റ് ശരിയാ കംപ്ലൈൻറ്റ് ഇൻഷുറൻസ് സ്കീമുകൾ ഇവിടെ ഇല്ല. പക്ഷെ മിനിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ വരുന്ന പോർട്ട്ഫോളിയോസ് ബാങ്കുകളൊക്കെ ചെയ്യാം. എല്ലാ ബാങ്കുകളും പ്രൊമോട്ട് ചെയ്യാറുണ്ട്. നിലവിൽ ഈ ഒറ്റ ബാങ്ക് മാത്രം എങ്ങനെ ചെയ്യുന്നു? മാക്സ് ലൈഫാണ് അങ്ങനെ. ഇപ്പോൾ SBI ലൈഫിന് മറ്റേ പ്യുവർ ഫണ്ട് ഉണ്ട്. അതേപോലെ തന്നെ വേറൊരു പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, പക്ഷേ ടാറ്റയുടെ തന്നെ ടാറ്റ AIA എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്കീമുണ്ട്. അവരൊക്കെ പറയാൻ ശ്രമിക്കുന്നത് ഞങ്ങളെ പോർട്ട്ഫോളിയോ ശരിയാ കംപ്ലൈൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യണം, ശരിയായ അഡ്വൈസറി സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. നമ്മുടെ സ്ഥാപനമൊക്കെ പോലെ വേറെയും സ്ഥാപനങ്ങളുണ്ട്. അവർ അപ്രോച്ച് ചെയ്തിട്ട് ഈ പോർട്ട്ഫോളിയോ ശരിയാ കംപ്ലൈൻ്റ് ആണോ അല്ലേ എന്ന് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി പറയണം. അങ്ങനെ ആകുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആളുകൾക്ക് എന്ത് ചെയ്യാം, അത്തരം കമ്പനികളെ മിനിമം അത്തരം ഒരു സ്ക്രൂട്ടിനി ചെയ്യാൻ കുറച്ച് കാര്യങ്ങളെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ പൊതുവായിട്ട് എന്ത് ചെയ്യും, എല്ലാത്തിലും കൊണ്ടുപോയിട്ട് എല്ലാ സ്കീമുകളുടെയും ഭാഗമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. വേണ്ടത് ഇവിടെ ശരിയായ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് സ്കീമുകൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റേ പ്രത്യേകിച്ച് ഹെൽത്തിലാണ് അതൊരു വലിയ കൺസേൺ ആയിട്ടുള്ളത്. കാരണം പഴയ പോലെയല്ല, ലക്ഷങ്ങളാണ് എല്ലാവർക്കും ബെയർ ചെയ്യാൻ പറ്റുന്നതെല്ലാം. അപ്പോൾ അവരോട് നമ്മൾ നോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന വലിയ അർത്ഥമില്ല ശരിക്കും. വേണ്ടത് ഇവിടുത്തെ ശരിയായ സ്കോളേഴ്സും ഇൻഡസ്ട്രി എക്സ്പേർട്ടൊക്കെ എന്ത് ചെയ്യണം, അവർ പുതിയ ഫണ്ടുകളുടെ സാധ്യത പഠിക്കണം. അവർ ചിലപ്പോൾ അതിന് 50 CR 100 CR ഒക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ അതിന് എമൗണ്ട് വേണ്ടതൊക്കെ ഉണ്ടാവും ആ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് IRDAയുടെ നോംസ് അനുസരിച്ച്. അപ്പോൾ ആ ഫണ്ട് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, അതിന് കഴിയുന്ന ആൾക്കാരെ നമ്മൾ ഒരു കൂട്ടണം. അത് സാധ്യമാണ്. കമ്മ്യൂണിറ്റിൻ്റെ അകത്ത് അതിനേക്കാൾ വലിയ ക്യാഷുള്ള ആൾക്കാരുണ്ട്. അത് വലിയ ഇൻഡസ്ട്രി കൂടിയാണ്. ഓക്കെ. അപ്പോൾ ആ എഫേർട്ടൊന്നും നടക്കാതെ നമ്മൾ നോ ബോർഡും പറഞ്ഞിരുന്നാൽ ആൾക്കാരെ വഴിക്ക് പോകും. അല്ലെങ്കിൽ ആൾക്കാർക്ക് ആ പ്രയാസങ്ങൾ എന്ത് ചെയ്യണം, മറികടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സ്കോളേഴ്സും ഒക്കെ ശ്രമിക്കുക എന്നുള്ളതാണ് ബേസിക്കലി സംഭവിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിലൊക്കെ പോകുമ്പോൾ ഏറ്റവും മിനിമം റിക്വയർമെൻറ്റിലേക്ക് പോവാം. നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് യൂണിറ്റ് ഫണ്ടുകളിലേക്ക് അങ്ങനെ പോകാതിരിക്കുക. നമ്മളുടെ എന്താണ് നമുക്ക് ആവശ്യമുള്ളത് അതിനെ കവർ ചെയ്യുന്ന ഫണ്ടുകൾ മാത്രമേ ഉണ്ടാവും, അതിലേക്ക് പോവുക. അതാണ് പിന്നെയും കുറച്ചുകൂടി നല്ലത്. അതും ഗവൺമെൻറ്റുകൾ ഓഫർ ചെയ്യുന്ന ഫണ്ടാണെങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് അതിനെന്ത് ചെയ്യാം,
അതിന് സാധൂകരണം പറയാം. കാരണം ഗവൺമെൻറ്റുകളുടെ കൂടി ബാധ്യതയാണെന്ത് സിറ്റിസൻസിൻ്റെ ഒരു വെൽബീയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അപ്രോച്ചാണ് നല്ലത്. നമ്മൾ ഞാൻ പറഞ്ഞ ചുരുക്കത്രയേ ഉള്ളൂ, ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ശരിയായ സ്വഭാവത്തിൽ പരമാവധി ഒരു കംപ്ലയൻസ് പോസിബിലിറ്റി ഒക്കെ വെച്ചുകൊണ്ട് വേറൊരു ഫണ്ടിന് പണിയെടുക്കും വേണം. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആളുകൾക്ക് നിലവിലുള്ള സ്ട്രക്ചറിൽ എന്ത് സാധ്യമാകും എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റിയുള്ള ഉത്തരം ആര് പറയണം? സമൂഹത്തിലെ പണ്ഡിതന്മാരും എക്സ്പേർട്ടുകളും പറയണം എന്നുള്ളതാണ് അതിൽ പറയേണ്ടുന്നൊരു കാര്യമായിട്ടുള്ളത്.